അദ്ദേഹം മരിക്കുന്നതിന് തലേദിവസം ഞാൻ പോയി കണ്ടു. അന്ന് എനിക്ക് നിർബന്ധമായിട്ട് പറഞ്ഞ് മക്കളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ മക്കളെ എല്ലാം അവിടെ കൊണ്ടുവന്നു, അവനെ കാണിച്ചു. പിറ്റേ ദിവസം മരിച്ചു കഴിഞ്ഞ് അതിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. ചെല്ലപ്പനാണ് പിന്നെ മരിച്ചത്. ചെല്ലപ്പൻ്റെ ഓർമ്മ എന്നും മനസ്സിൽ തന്നെ കിട്ടും. നമ്മളെല്ലാം ഓർക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ചെല്ലപ്പൻ്റെ അനുശോചന മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഇത്രയ്ക്ക് ഗംഭീരമായ ഒരു മീറ്റിംഗ് ഞാൻ കേട്ടിട്ടില്ല. അവിടെ നിന്ന് സകലവരും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ചെല്ലപ്പൻ ഈസ് എ ഗ്രേറ്റ് ഡോക്ടർ. ഏത് സമയത്ത് സുഖമില്ലായിരുന്ന സമയത്ത് ചെല്ലപ്പന് ക്രോണിക് റീനൽ ഫെയിലിയർ ആയിരുന്നു. രാത്രി 2 മണിക്ക് 3 മണിക്ക് വിളിച്ചാലും ഏത് സമയത്ത് ഏത് വീട്ടിലും കയറി ചെല്ലാൻ പറ്റുമായിരുന്നു. ജനകീയ ഡോക്ടർ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായിരുന്നു ചെല്ലപ്പൻ. അത് കഴിഞ്ഞ് രാമേന്ദ്രൻ മരിച്ചു. രാമേന്ദ്രൻ്റെ മരണത്തിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. മാത്യു യോസെഫ് ഇതുപോലെ മാത്യു യോസെഫിൻ്റെ തലേദിവസം രാത്രിയിൽ ഞാൻ പോയിരുന്നു. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു അവിടെ ചെന്ന് വേഷങ്ങളൊന്നും കാണിക്കരുത്, മര്യാദയ്ക്ക് ഇരുന്നോളണമെന്ന് പറഞ്ഞു. പക്ഷെ സാധിച്ചില്ല. ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ പൊട്ടിക്കറിഞ്ഞു. അവനെന്നോട് പറഞ്ഞൊരു വാക്യം ഓർമ്മയുണ്ട്. എടാ ഞാൻ പറയടിക്കുന്നില്ല, പിന്നെ നീ എന്തിനാ പറയടിക്കണത്? ഒരു ദിവസം മാത്യു യോസെഫ് മരിച്ചു. ഭാസ്കരൻ 10 വർഷക്കാലം ഒരു കസേരയിൽ, ഒരു ഹോസ്പിറ്റലിൽ ഒരു കസേരയിൽ ഒരു റൂമിലിരുന്ന് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നു. മറക്കാൻ പറ്റില്ല, പക്ഷെ നിവൃത്തിയില്ല, സഹിക്കാറ് നിവൃത്തിയില്ല. അപ്പോൾ ഇത്രയും സുഹൃത്തുക്കൾ നമുക്ക് കഷ്ടപ്പെട്ടു. അബ്ദുറഹ്മാൻ, രവീന്ദ്രനാഥൻ, ചെല്ലപ്പൻ, രാമേന്ദ്രൻ, കെ.സി. ജോസഫ് എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ലായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ട ടീച്ചേഴ്സ്, ഫ്രാൻസ് സാറ് എന്നെ സസ്പെൻഡ് ചെയ്തെങ്കിലും ജീവിതത്തിൽ മറക്കില്ലാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കുറ്റത്തിന് എന്നെ പിടിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്നും പലരോടും പറയായിരുന്നു. ഇറ്റ് ഈസ് ദ ഈസിയസ്റ്റ് തിങ് ഫോർ മീ ടു പണിഷ് യു ബട്ട് ഐ ലെറ്റ് യു ഫ്രീ. ഞാൻ കുറ്റം ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇറ്റ് ഈസ് ദ ഈസിയസ്റ്റ് തിങ് ഫോർ മീ ടു പണിഷ് യു ബട്ട് ഐ ലെറ്റ് യു ഫ്രീ. അത് ആ ഓർമ്മ ഞാൻ എന്നും മറക്കാതെ സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ട സാറുണ്ട്, ബില്ലാമില്ല വത്സല സാറ്, മമ്മിയാണ് വാസ്തവത്തിൽ എൻ്റെ ഫൈനൽ ഡ്യൂസ് അടച്ചത്. 325 രൂപ എക്സാമിനേഷൻ ഫീസ് അടച്ചത് മമ്മിയാണ്. അത് കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ മമ്മിക്ക് ഞാൻ കൊണ്ട് കൊടുത്തത്. അപ്പോൾ മമ്മിയോടുള്ള ഓർമ്മയുണ്ട്. മാധവൻ നായർ സാറ്, മഹന്തി സാറ് ഞങ്ങളെ പറ്റി പറയാറുള്ളത്, ഭാസ്കരൻ എന്നെ പറ്റി പറയാറുള്ളത്, പരീക്ഷയ്ക്ക് മോശമായിരുന്നു, പക്ഷേ എക്സ്റ്റേണൽ എക്സാമിനോട് ഒരു വാക്ക് പറയും, they are very good footballers, they know everything. പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ടാണ് പരീക്ഷയ്ക്ക് അങ്ങനെ പരീക്ഷയ്ക്ക് പാസ്സാക്കിയ മഹന്തി സാറിനെ പറ്റി ഒരു കാലത്തും നടക്കില്ല. നല്ല ഫുട്ബോളറാണ്, പക്ഷെ എല്ലാം അറിയാൻ പറ്റും, പറയാൻ അറിയില്ല എന്നുള്ള